പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മണക്കമാസത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 3-ാം ദിവസം നമ്മുടെ ദമ്പതിമാരെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഐക്യമില്ലായ്മ നമ്മുടെ ദമ്പതിമാരുടെ ഇടയിലുള്ള വലിയൊരു വിഷയമാണ്. വിശുദ്ധ ഔസേപ്പിതാവാണ് അതിന് ഏറ്റവും വലിയ മാതൃക. ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ ഒരുമിച്ചായിരിക്കണമെന്ന് ദൈവം നമ്മളെ അറിയിക്കുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കും. അത് ഭർത്താക്കന്മാർക്ക് മാത്രമുള്ളതല്ല, അത് ഭാര്യമാർക്കും കൂടിയുള്ളതാണ്. എഫേസ്യസിൽ അവിടുന്ന് 22 പറയുകയാണ്, എന്താണ്? നിങ്ങൾ എല്ലാവരും പരസ്പരം വിധേയമുള്ളവരായിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ദമ്പതിമാരെല്ലാം വിനയവും വിവേകവും പക്വതയുമുള്ളവരായി മുന്നോട്ട് പോകുമ്പോൾ അത് ഔസേപ്പിതാവിൽ നിന്ന് നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. നമ്മുടെ മാതാപിതാക്കളുടെ വിവേകവും പക്വതയും കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. അവരെ വളർത്തുവാൻ, വിവേകത്തോടെ അവരെ വളർത്തുവാൻ മാതാപിതാക്കളായ ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമെന്ന് വിശുദ്ധ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. എഫേസ് 5:22 നമ്മൾ മാതാപിതാക്കൾ മാതൃകയുള്ളവരായി മക്കളുടെ മുമ്പിൽ വിവേകത്തോടും വിശുദ്ധിയോടും ജീവിക്കാൻ വിശുദ്ധ ഔസേപ്പിതാവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഔസേപ്പിതാവ് വഴി നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവ് വഴി. ആമേൻ.